ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ചില അവബോധങ്ങൾ, ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ആഗസ്റ്റ് 15 എന്ന് പറയുന്നത്. നമുക്കറിയാം, സുദീർഘമായിക്കൊണ്ട് ആഗസ്റ്റ് 15 പറ്റി നിങ്ങൾ പറഞ്ഞു തരേണ്ടതില്ല. എന്നെക്കാളധികം ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ തന്നെയും ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയും ആഗസ്റ്റ് 15 എന്തിനെ ആഘോഷിക്കുന്നു, എന്തിനു വേണ്ടിയാണ് എന്നതിനെ പറ്റി കൃത്യമായിക്കൊണ്ട് ധാരണയുള്ള ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. ഓരോ ദിവസങ്ങൾ കടന്നു പോകുകയും ആ ദിവസങ്ങളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ ദിവസത്തെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കാനുള്ള പ്രചോദനം പല സമയങ്ങളിലായി, പല ഘട്ടങ്ങളിലായിക്കൊണ്ട് നമുക്കുണ്ടാവാറുണ്ട്. 1949 നവംബർ 2-ാം തീയതി ഇന്ത്യൻ ഭരണഘടനയുടെ കരട് പ്രസിദ്ധീകരിക്കുകയും ആ കരട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ചരിത്ര താളുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ട ഒരു വേർഡുണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആ വേർഡ് എന്ന് പറയുന്നത് ഫ്രണ്ടോർണിറ്റിയാണ്. സാഹോദര്യമാണ് ഏറ്റവും മർമ്മപ്രധാനമായിക്കൊണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗമെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നു. ഈ സാഹോദര്യമാണ് ഇന്ത്യയെ ഇത്രമേൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യ നോക്കിക്കാണുമ്പോൾ ഗാന്ധിജിയോട് ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, ഗാന്ധിജി, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനാധിപത്യത്തിൻ്റെ സമവാക്യം എന്താണ്? ആ കുട്ടിയോട് ഗാന്ധിജി പറഞ്ഞ മറുപടിയുണ്ട്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വിജയാരവം മുഴക്കുമ്പോൾ നിങ്ങളെ ഓടിയ ഒരാൾ ഉണ്ടായിരുന്നു എന്ന ചിന്തയാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്യം കൂടി അവിടെ ഗാന്ധിജി കൂട്ടിച്ചേർക്കുന്നുണ്ട്. മറ്റു കുറേ പേർ നിങ്ങളെ കൂടെ ഓടാൻ ഉണ്ടായത് കൊണ്ടാണ് നിങ്ങൾ വിജയിച്ചത് എന്നുള്ളൊരു ചിന്ത കൂടി നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ് ജനാധിപത്യം പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് വിജയിച്ചത് മാത്രം പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ അവരെ മാത്രം പ്രാധാന്യം കൊടുക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകൾ നമ്മൾ ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ഓരോ മേഖലകളിലും വിജയം ലാളിച്ചിട്ടുള്ള ആളുകൾ, വിജയശീലാളിതരായി നിൽക്കുന്ന ആളുകൾക്ക് പിന്നിൽ ഒരുപാട് പരാജയത്തിന്റെ ചരിത്രം കാണാം. ഒരു പരാജയത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് ഈ വിജയത്തിലേക്ക് നമ്മൾ തേരോട്ടം നടത്തുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്നത്തെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ, നമുക്കറിയാം 10-200 ആളുകൾ, 300 ആളുകൾ നമ്മളുണ്ട്. വിവിധ മേഖലകളിലായിക്കൊണ്ട്, വിവിധ രീതിയിലായിക്കൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റേ രീതിയിലേക്ക് പരാജയം സംഭവിച്ചായിരിക്കാം. ഈ പരാജയം നമ്മൾ ആത്യന്തികമായിക്കൊണ്ട് നമ്മൾ അവസാനം എന്ന് നമ്മൾ കരുതരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും, ഓരോ നിമിഷവും നമുക്ക് വിജയത്തിലേക്കുള്ള മാനസികമായിട്ട് തയ്യാറെടുപ്പിൻ്റെ സമയമാക്കിക്കൊണ്ട് മാറ്റേണ്ടതുണ്ട്. ഒന്നല്ലേ മറ്റേ രീതിയിൽ നമുക്ക് ഓരോ പ്രതിസന്ധി വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രതിസന്ധി വരുമ്പോൾ തന്നെയും ഇതെൻ്റെ അവസാനമാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് എനിക്കുണ്ടാവില്ല എന്ന ചിന്ത നമ്മൾ മാറ്റിവെക്കുകയും നേരെ മറിച്ച് വരാനിരിക്കുന്ന ഓരോ നിമിഷവും എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയത്തിൻ്റെ ഓരോ നിമിഷങ്ങളും കടന്നു വരുന്നു എന്ന ചിന്തയിലേക്ക് പോസിറ്റീവ് എനർജിയോടുകൂടി നമ്മൾ ജീവിക്കുകയും നമ്മളെ കൂടെ നിൽക്കുന്നവരെ ജീവിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം നിങ്ങൾ പറയാനുള്ളത്. കാരണം ഞാൻ എന്ന് പറയുന്നത്, ഒരു വ്യക്തി എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമ്മൾ പറയും സാധ്യത്തിൻ്റെ മറ്റൊരു ഭാഷ നമ്മൾ പറയുമ്പോൾ നാനാത്വത്തിൽ ഏകത്വം പറയുന്നുണ്ട്. നാനാത്വത്തിൽ ഏകത്വം പറയും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രധാരണകൾ, വ്യത്യസ്തമായിട്ടുള്ള ഭാഷാ സംവിധാനങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുകളൊക്കെ തന്നെ സംയോജിക്കുന്ന ഒരിടമാണ് ഇന്ത്യ എന്നുള്ളത്. നമ്മൾ ഇന്ത്യയെ പറ്റി പറയേണ്ടതില്ല. നമ്മൾ ഓരോ വ്യക്തിയെ പറ്റി പറയുമ്പോഴും നമ്മൾ ആരാണ്? നമ്മളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ
നമ്മൾ ഒന്നിൽ ഉറച്ചു നിൽക്കും. നമ്മൾ വ്യത്യസ്തമാണ്. നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ, ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ഒരു അച്ഛനായിരിക്കാം. അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ എനിക്ക് അധികാരം, ആ അധികാരത്തിന് അറിയപ്പെടും. ഞാൻ ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഞാൻ യാത്രക്കാരനാണ്. ഇവിടെ എത്തുമ്പോൾ ഞാൻ ചിലപ്പോൾ GM ആയിരിക്കും. ഈ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൂടി എല്ലാം സംഗമിക്കുമ്പോൾ, ആ സംഗമിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന, ഈ ഇടപെടൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഏറ്റവും നല്ല പ്രചോദനം എന്ന് പറയുന്നത്, ഏറ്റവും നല്ല പോസിറ്റീവുള്ള ഒരു രീതിക്കുള്ള ഒരു കൂടിക്കാഴ്ചയും ഒരു കൂട്ടിപ്പിടുത്തവും ഒരു സൊസൈറ്റിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എല്ലാ മേഖലകളിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഓരോ ദിവസങ്ങളിലും നമ്മുടെ ജീവിതം എങ്ങനെ നമുക്ക് കരുപിടിപ്പിച്ചെടുക്കാൻ കഴിയും എന്നതിനെ പറ്റിയുള്ള ചിന്തയിലേക്ക് നമ്മൾ ഓരോ ആളുകളും വരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനിക്കുന്നതല്ല നമ്മുടെ താഴ്ചകൾ നീറുന്നത്, നമ്മുടെ ഉയർച്ചകളിൽ നിന്ന് നമ്മളെ താഴ്ചയിൽ നിന്ന് നമുക്ക് എത്തിപ്പിടിക്കാനുള്ളതാണ്. നമ്മൾ വ്യത്യസ്തമായിക്കൊണ്ട് ഓരോ കാഴ്ചപ്പാട് വെച്ച് പുലർത്തുകയും ആ കാഴ്ചപ്പാടൊക്കെ തന്നെയും ഒരു സമയത്ത് ഒന്നിച്ച് നിന്നുകൊണ്ട് ഒന്നി സംസാരിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒരു കണ്ണിയാവാൻ നമുക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ആ ഒരു സംഭവമാണ്. നമുക്കെല്ലാം തികഞ്ഞ അല്ലെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ എല്ലാ സമയങ്ങളിലും നമ്മൾ കൂടെ ആളുണ്ടായിരിക്കണമെന്നില്ല. ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ ഏത് സമയത്ത് നമ്മൾക്ക് വരുന്നോ ആ സമയം നമ്മൾ ദൗർബല്യമായിക്കൊണ്ട് താഴ്ത്തു പോകും. നമ്മൾ സമൂഹത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു മെയ്യായി ഒന്നിച്ച് നിന്നുകൊണ്ട് ഈ ഒരു ദിനത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ സംവിധാനങ്ങളിലേക്ക് നമ്മുടെ ഓരോ വിഷയങ്ങൾ ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്ന ഓരോ വാർത്തകൾ നമുക്ക് നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഒന്നല്ലേ മറ്റൊന്നായിട്ട് വരികയാണ്. ഇവിടെ ഒക്കെ തന്നെയും നാം എന്നൊരു വ്യക്തിക്ക് ഈ സമൂഹത്തിൽ ചെയ്തു തീർക്കാവുന്ന ഒരുപാട് ബാധ്യതകളുണ്ട്. നമ്മളൊരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ വീട്ടിൻ്റെ 4 ചുമരിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആളുകളുടെ ചോദ്യം നിങ്ങൾക്കുണ്ടാവാം. ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നിങ്ങൾക്ക് തന്നെയും അല്ലെങ്കിൽ നമുക്ക് തന്നെയും ഈ സമൂഹത്തെ അല്ലെങ്കിൽ ഈ സൊസൈറ്റിയെ എത്രമാത്രം നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു സൊസൈറ്റി വളർന്നു വരുന്നത് ഏറ്റവും താഴെത്തട്ടിൽ എന്ന് പറയുന്നത് അമ്മമാരുടെ അടുത്തു നിന്നാണ്. ആ അമ്മമാർ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്വഭാവ രീതിയിലേക്ക്, ഏറ്റവും നല്ല പെരുമാറ്റത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുത്തുകൊണ്ട് ഓരോ കുട്ടികളെയും ആ രീതിയിൽ വളർത്തിയെടുക്കുമ്പോൾ ഈ സമൂഹത്തിന് ഒതുങ്ങുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായ രീതിയിലേക്ക് ഒരു സൊസൈറ്റി കടന്നു വരും. ആ രീതിയിലേക്ക് പുതിയ സംവിധാനം നമ്മൾ കണ്ടെത്തുകയും നമ്മുടെ മേഖലകളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് താങ്ങും തണലുമാകുന്ന ഒരു ബന്ധങ്ങൾ നമ്മൾ സമൂഹത്തിൽ ഒന്നാകെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു രീതി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം, എല്ലാ ആളുകൾക്കും സ്വാർത്ഥതയാണ്. കാരണം എനിക്ക് എൻ്റെ കാര്യം, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നും ഞാൻ അറിയേണ്ടതില്ല എന്ന ചിന്ത ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം കൂടി വരികയാണ്. ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന് നമ്മൾ എന്ന വ്യക്തിയിലേക്ക് നമ്മൾ എത്രമാത്രം മാറാൻ ശ്രമിക്കുന്നുവോ അപ്പം മാത്രമേ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവൂ. നമ്മൾ മാറാൻ ശ്രമിക്കണം. നമ്മൾ വെച്ചാൽ ഒരാളെ വിഷയം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ ആ പ്രതിസന്ധിയിൽ ഇടപെടാൻ പറ്റുന്ന ഒരാൾ നിങ്ങളെങ്കിൽ അത് ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്ക് നിങ്ങളാൽ കഴിയുന്ന ചില രീതികൾ, ചില സംവിധാനം ചെയ്തു കൊടുക്കുമ്പോൾ ആ പ്രതിസന്ധി ഉണ്ടായ ആൾക്കുണ്ടാകുന്ന സന്തോഷമുണ്ട്. ആ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് ഒരു കാലത്തും കിട്ടാത്ത സംഭവമാണ്. ഞാൻ പല മീറ്റിങ്ങിൽ പറയാറുണ്ട്, ഒരു സന്തോഷം എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ വളരെ പെട്ടെന്ന് പോകുന്നതാണ്. ലോങ് ലൈഫ്, നമ്മളെ ഒരു ലോങ് ലൈഫ് ആയിട്ടുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത്, നമ്മൾ മൊബൈൽ വാങ്ങിയാൽ ഇപ്പം iPhone 16 ഇറങ്ങിയതാണ്. ഇപ്പോൾ അത് വാങ്ങി 16 Pro ഇറങ്ങി അതിൻ്റെ കഴിഞ്ഞ്, അല്ലെങ്കിൽ 70 കഴിഞ്ഞു. പക്ഷെ നേരെ മറിച്ചിട്ട് നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വല്ല പ്രയാസവും ഉണ്ടാകുമ്പോൾ ആ പ്രയാസത്തിൽ ചെറിയൊരു സംസാരം കൊണ്ടോ അല്ലെ ചെറിയ ഇടപെടൽ കൊണ്ടോ നിങ്ങൾക്കത് അവരെ വേദന മാറ്റാൻ, അവർ പ്രയാസം തീർക്കാൻ, അവർ കൂടെ നിന്ന് ചേർന്ന് നിൽക്കാൻ ഒന്നുമില്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളത് കേൾക്കാൻ നമ്മൾ കാതു കൊടുത്താൽ ആ കാതു കൊടുത്തത് കൊണ്ട് അവർക്കുണ്ടാകുന്ന സന്തോഷം നമ്മൾ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ സന്തോഷം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഉടനീളം നീണ്ടു നിൽക്കുന്നതാണ്. ആ സന്തോഷത്തിലേക്ക് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെയും നമ്മളെ ഒപ്പം നിൽക്കുന്ന ആളുകളെയും നമ്മളെ സഹപാഠികളെയും ഒക്കെ തന്നെയും ചേർത്ത് പിടിക്കാനുള്ള നമുക്ക് സംഭവം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫെൻഡോർണിറ്റി എന്ന വാക്ക്. ഈ ഫെൻഡോർണിറ്റി എന്ന വാക്ക് ഏറ്റവും അധികം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് സാഹോദര്യത്തെ പറ്റിയാണ്. ഈ സാഹോദര്യം
ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഈ ഒരു ആഗസ്റ്റ് 15-ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. എല്ലാവർക്കും ഈ ആഗസ്റ്റ് 15-ന് ഈ സ്വാതന്ത്ര്യ ആശംസ നേർന്നുകൊണ്ട് നമ്മൾ പരിപാടിയിലേക്ക് കിടക്കാം. എന്റെ ഫാമിലിയിൽ കല്യാണം. ഫാമിലി വെഡിംഗ് സെന്റർ.